ലഹരി എന്ന വൻ വിപത്തിനെതിരെ മാനവ സമൂഹത്തെ ഉണർത്തുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ലഹരി വിമുക്ത കേരളം എന്റെ സ്വപ്നത്തിൽ എന്ന വിഷയം ഞാൻ തിരഞ്ഞെടുത്തത്. ലഹരിയുടെ കെണിയിൽ പലപ്പോഴും അകപ്പെട്ടു പോകുന്നത് വിദ്യാർത്ഥികളും യുവാക്കളുമാണ്. ലഹരി ദുരന്തത്തെക്കുറിച്ച് വേണ്ടത്ര അറിവോ ജാഗ്രതയോ ഇവർക്കില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ എന്താണ് ലഹരി? ഏതൊരു വസ്തു ഉപയോഗിക്കുമ്പോഴും അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്ന തോന്നലുണ്ടാക്കുന്ന അനുഭൂതിയെ ലഹരി എന്ന് നിർവചിക്കാം. മനുഷ്യന്റെ സ്വാഭാവിക അവസ്ഥയെ മാറ്റിമറിക്കാൻ കഴിവുള്ള പ്രകൃതിജന്യമോ കൃത്രിമമോ ആയ എന്തിനേയും നമുക്ക് ലഹരി വസ്തുക്കൾ എന്ന് വിളിക്കാം. പലരും ഒരു തമാശ രൂപേണ തുടങ്ങി ഒടുവിൽ കാട്ടുതീയേക്കാൾ വേഗത്തിൽ പടർന്നു പന്തലിച്ച് വലിയ ആഘാതമാണ് ഇത് സമൂഹത്തിന് സൃഷ്ടിക്കുന്നത്. കഞ്ചാവ് മുതൽ സ്റ്റാമ്പ് വരെ പല പേരുകളിൽ അറിയപ്പെടുന്ന ലഹരി വസ്തുക്കൾ, ടാബ്ലറ്റ്, ഇഞ്ചക്ഷൻ, പൗഡർ എന്നിങ്ങനെ പല രൂപത്തിൽ നമ്മളിലേക്ക് എത്തിയേക്കാം. ആഘോഷ പരിപാടികളിലോ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിലോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ നിങ്ങളെ നിർബന്ധിച്ചെന്നു വരാം. എന്നാൽ ഒരു പ്രാവശ്യം അവരുടെ വലയിൽ അകപ്പെട്ടു പോയാൽ പിന്നീട് ആ വല ഭേദിച്ച് പുറത്തു കടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓരോ ലഹരി പാർട്ടിയും അവസാനിക്കുന്നത് നിങ്ങളുടെ മൂല്യവത്തായ ജീവിത വിശുദ്ധിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ്. ആണത്വവും പെണ്ണത്വവും തെളിയിക്കാൻ ഓരോ പ്രാവശ്യം എന്നത് പലതവണ ആവുകയും ഒടുവിൽ തിരിച്ചു കയറാനാവാത്ത വിധം കയത്തിൽ വീണു പോവുകയും ചെയ്യും. നിങ്ങൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയാൽ ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനായി കള്ളനോ കൊലപാതകയോ ഒക്കെ ആയി മാറിയേക്കാം. ഒരു പ്രാവശ്യം ലഹരിയുടെ ഉപഭോക്താവായി മാറുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ലഹരി മാഫിയയുടെ വലയിൽ കണ്ണിയായും വിതരണക്കാരനായുമാണ് മാറുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കുടുംബമെന്ന പോസിറ്റീവ് ലഹരിയിലേക്ക് മടങ്ങി വരാൻ നമുക്കാവണം. അച്ഛനെന്ന, അമ്മയെന്ന, കുടുംബമെന്ന, സാമൂഹിക സേവനമെന്ന പോസിറ്റീവ് ലഹരിയിലേക്ക്. ആദ്യം തന്നെ ഈ യന്ത്രവൽകൃത ലോകത്ത് നമ്മളുടെ കുട്ടികളോടൊത്ത് ചിലവഴിക്കാൻ മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. അതുകൊണ്ട് ആദ്യ ബോധവൽക്കരണം നൽകേണ്ടത് രക്ഷിതാക്കളിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ ചാലകശക്തിയാകേണ്ട യുവതലമുറ പതഞ്ഞു പൊങ്ങുന്ന ലഹരിയിൽ വീണുടയുമ്പോൾ നാം എങ്ങനെ കണ്ണടച്ചിരിക്കും? രാഷ്ട്ര നിർമ്മാണത്തിന് സജ്ജരാകേണ്ട യുവതലമുറ ലഹരിയിൽ വീണുടയുമ്പോൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ 2016 രൂപം കൊണ്ട ഒരു പ്രത്യേക പരിപാടിയാണ് വിമുക്തി. വിമുക്തിയുടെ ആപ്തവാക്യം ജീവിതം തന്നെ ലഹരി എന്നതാണ്. നർമ്മത്തിൽ പറഞ്ഞാൽ ടാങ്കിലുള്ളതേ പൈപ്പിൽ വരൂ എന്ന് സാരം. അവസാനമായി ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ, ലഹരിക്കുള്ളതല്ല ജീവിതം, ജീവിതം തന്നെ ലഹരിയാണ്. ലഹരി മുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിനായി ജാതി, മത, വർഗവർണ്ണ, ലിംഗഭേദ, കക്ഷി രാഷ്ട്രീയമില്ലാതെ തോളോട് തോൾ ചേർത്ത് ലഹരിക്കെതിരെ നമുക്ക് ഒന്നിച്ചു മുന്നേറാം. ജീവിതമാകുന്ന ലഹരിയിലേക്ക് തിരിച്ചു വരാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.